സാറേ, മനുഷ്യൻ്റെ എല്ലിൽ നിന്ന് മയക്കുമരുന്ന് ഉണ്ടാക്കുന്നു, ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയല്ലേ? മനുഷ്യൻ്റെ എല്ല് പൊടിച്ചിട്ട് ഈ മയക്കുമരുന്നിൽ മറ്റ് രാസവസ്തുക്കളുടെ കൂടെയൊക്കെ ചേർക്കുന്നു എന്ന് പറയുന്നു. ഈ മയക്കുമരുന്നിൻ്റെ പേര് കുഷ്. ഈ കുഷ് 100 പൗണ്ടിലേറെ കുഷ്, അതായത് 46 കിലോ കുഷുമായിട്ട് പഴയ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, അതായത് എയർ ഹോസ്റ്റസ് എന്ന് പറയാം, കുറച്ച് താഴെയുള്ള ആളാണെന്നും പറയാം, വിമാനത്തിലെ ജോലിക്കാരിയായിരുന്ന ഈ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്ന ഒരു ബ്രിട്ടീഷുകാരിയെ 21 വയസ്സ് കൊളംബോ മറ്റേ ബന്ദാരനായക രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിച്ചു. അങ്ങനെയാണ് ഈ കുഷ് ഇപ്പോൾ രാജ്യാന്തര ചാനലുകളിൽ, വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരിയാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കുഷ് ഇപ്പോൾ ഒരു വാർത്താ വിഷയമായിട്ട് വന്നിരിക്കുന്നു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ കുഷ് ഉപയോഗിച്ചിട്ട് ഒരുപാട് യുവാക്കൾ, പ്രത്യേകിച്ച് സിയറ ലിയോണിൽ മരിച്ചു പോകുന്നതായിട്ടും വാർത്തകളിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ സ്ത്രീക്ക് 25 കൊല്ലം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ 46 വയസ്സ് വരെ, ഇപ്പോൾ 21 വയസ്സായി, 46 വയസ്സ് വരെ ജയിലിൽ കിടക്കാവുന്ന സംഗതിയായി. ഈ ഡെഡ്ലി സിന്തറ്റിക് ഡ്രഗ് എന്നാണ് പറയുന്നത്. അത്യപകടകരമായ മാരകമായ കൃത്രിമ അല്ലേ ഉണ്ടാക്കിയെടുക്കുന്ന മയക്കുമരുന്ന്. ഈ യുവതിയുടെ പേര് ചാർലറ്റ് മേ ലീ എന്നാണ്. ഇവർ തെക്കൻ ലണ്ടനിൽ നിന്നുള്ള യുവതിയാണ്, ചാർലറ്റ് മേ ലീ. ഈ മാസം ആദ്യമാണ് കൊളംബോ എയർപോർട്ടിൽ, ബന്ദാരനായക എയർപോർട്ടിൽ കൊളംബോയിൽ അറസ്റ്റ് ചെയ്തത്. 2 സ്യൂട്ട് കേസ് നിറച്ചിട്ട് കുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് താരതമ്യേന പുതിയ മയക്കുമരുന്നാണ് ഈ കുഷ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പശ്ചിമ ആഫ്രിക്കയിലാണ് ഇത് ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ സിയറ ലിയോണിൽ ഒരാഴ്ച 1 ഡസനിലേറെ മനുഷ്യരെ കൊന്ന ഡ്രഗാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നതൊക്കെ ശരിക്കും വിഷം എന്ന് പറയാവുന്ന സംഗതികളൊക്കെയാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് 2 സൂട്ട് കേസിൽ പിടിച്ച 46 കിലോ കുഷിന് 28 കോടി രൂപ വരും. അപ്പോൾ ഈ 28 കോടി രൂപ മുടക്കാവുന്ന സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘങ്ങൾ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് അർത്ഥം. ഇവർ ഫ്ലൈറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതി തന്നെ. അപ്പോൾ കൊണ്ട് കൊടുക്കുക. കൊളംബോ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസിറ്റ് ആയിട്ടാണ് കരുതുന്നത് ഈ മയക്കുമരുന്ന് കാര്യങ്ങളിൽ. അപ്പോൾ ഇവർ പിടിച്ച ശേഷം ഇവർ പറയുന്നത് അവരറിയാതെ സൂട്ട് കേസിൻ്റെ ഉള്ളിൽ ഇത് ആരോ പ്ലാൻ ചെയ്തതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് പള്ളിയിൽ പറഞ്ഞാൽ മതി ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇവരിപ്പോൾ കൊളംബോയ്ക്ക് വടക്ക് ഒരു ജയിലിൽ കോൺക്രീറ്റ് നിലത്ത് കിടപ്പാണ് ഈ ചാർലറ്റ് മേലി. അപ്പോൾ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ട് ജയിലിൽ നിന്ന് ജയിലധികൃതർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പം നടന്നത്. ഇവരുടെ വക്കീൽ സമ്പത്ത് പെരേര എല്ലാ ദിവസവും ഇവരെ നെഗോംബോ ജയിലിൽ പോയി കാണുന്നുണ്ട്. എന്നിട്ട് കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള ഇടപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ആയിരുന്ന ഈ ചാർലറ്റ് മേലി ജോലി ചെയ്തിരുന്നത് തായ്ലൻഡിലാണ്. പക്ഷേ തായ്ലൻഡിലെ ഈ വിസ ഇവരുടെ തീർന്നുപോയി. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തായ്ലൻഡിൽ നിന്ന് ഇവർ കൊളംബോ എയർപോർട്ടിൽ വന്നിട്ട്, കൊളംബോയിൽ വന്നിട്ട് താമസിച്ചിട്ട് വീണ്ടും തീർന്നുപോയല്ലോ വിസ, തായ്ലൻഡിലേക്ക് വീണ്ടും വിസയ്ക്ക് അപേക്ഷിക്കാം. 3 മണിക്കൂർ കൊണ്ട് ലങ്കയിലെത്തി വീണ്ടും വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു. തായ്ലൻഡ് വിസ പുതുക്കാം എന്ന് വിചാരിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴാണ് പിടിയിലായത്. ഇവർ പറയുന്നുണ്ട്, ഇതെൻ്റെ സൂട്ട് കേസിലൊക്കെ പ്ലാൻ ചെയ്ത ആളെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് മൊഴിയിൽ. എന്നാൽ പിന്നെ ആളുടെ പേര് പറയില്ല. അതെ, ഇതിപ്പോൾ രാമകുട്ടി നായരാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൂടെ അല്ലേ? പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വലിയ സംഘത്തിൽ പിടിവീഴും.
ഈ ശൃംഖല മുഴുവൻ പുറത്തു വരും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവർ പറയുന്നില്ല. അപ്പോൾ അവർ ശൃംഖലയുടെ ഭാഗമാണല്ലോ. ഒരുപാട് വിഷവസ്തുക്കളിൽ നിന്നാണ് ഈ കുഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. മനുഷ്യൻ്റെ എല്ല് പൊടിച്ചതല്ലാതെ വേറെ പല സംഗതികളും ഇതിൽ ചേർക്കുന്നുണ്ട്. 7 വർഷം മുമ്പാണ് ഇത് വെസ്റ്റ് ആഫ്രിക്കയിൽ ആദ്യമായിട്ട് കാണുന്നത്. ഹിപ്നോട്ടിക് ഹൈയിലെത്തും പല മണിക്കൂറുകൾ. നമ്മൾ ഹിപ്നോട്ടിക് നിദ്രയിലായിരിക്കും ഇത് കഴിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നേരം നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, പരമസുഖമാണല്ലോ, ഒരു പണിയെടുക്കണ്ട. അങ്ങനെ അപ്പം ഇപ്പോൾ ഈ മനുഷ്യൻ്റെ എല്ല് കിട്ടണമല്ലോ, അതുകൊണ്ട് ഗ്രേവ് റോബേഴ്സ്, ശ്മശാന കൊള്ളക്കാർ എന്ന് പറഞ്ഞ് ഈ പല സ്ഥലങ്ങളിലും ഉണ്ട്. ശ്മശാനങ്ങളിൽ നിന്നൊക്കെ എല്ലുകളൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പോൾ ആയിരക്കണക്കിന് കുഴിമാടങ്ങൾ ഇവർ കുഴിച്ചതായിട്ട് ഒക്കെ വിവരങ്ങൾ ആഫ്രിക്കയുടെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. സീറാലിയോണിലെ പ്രസിഡന്റ് ജൂലിയസ് മാദ ബയോ പറഞ്ഞിരിക്കുന്നത് ഇത് സീറാലിയോണിൻ്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണെന്നാണ്. സീറാലിയോൺ കേരളീയർക്കും അറിയാവുന്ന സ്ഥലമല്ലേ? അതെ. എങ്ങനെ PV അൻവർ മറ്റേ അവിടെ സ്വർണ്ണഖനനത്തിന് പോയിരുന്നു. ഒരുപാട് ദിവസം നിയമസഭയിൽ ഹാജരാകാതെ ഇരുന്നു. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെ അതെ. ഞാൻ എൻ്റെ സീറാലിയോണിലൊരു പത്രാധിപ സുഹൃത്തിന് വിവരം അയച്ചു കൊടുത്തിരുന്നു, നിങ്ങളിത് അവിടെ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്തോന്ന് അറിഞ്ഞുകൂടാ. അവിടെ അങ്ങനെ വലിയ മാധ്യമ പ്രവർത്തനം, ആഭ്യന്തര യുദ്ധത്തിലൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു വലിയ പണപ്പെരുപ്പവും സംഘർഷമൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ ഇത് അസ്തിത്വ പ്രശ്നമാണിത്, എങ്ങനെയെങ്കിലും അത് അകറ്റണം എന്ന് അങ്ങേര് പറയുന്നുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കഴിഞ്ഞ കൊല്ലം അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഭീഷണിക്കെതിരെ. അബ്യൂസ് ഓഫ് കുഷ് അല്ലേ, കുഷിൻ്റെ ദുരുപയോഗത്തിനെതിരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2016-17 സീറാലിയോണിൽ എത്തിയതാണ്. 2021 ഇത് ക്രമാതീതമായിട്ട് അവിടെ വർദ്ധിച്ചു. ഇതിൽ ചേർക്കുന്നത് ഫെൻറ്റനൈൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ മെക്സിക്കോ, കാനഡ ഇതിനെതിരെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയത് ട്രംപ്. അവിടെ നിന്നും മയക്കുമരുന്ന് വരുന്നു, യുവാക്കൾ അതിൻ്റെ അടിമകളാകുന്നു അമേരിക്കയിൽ. ഫെൻറ്റനൈൽ ഇതിൽ ചേർക്കുന്നു, ട്രാമഡോൾ ഇതിൽ ചേർക്കുന്നു, പിന്നെ മെത്താഫിറ്റമിൻ അത് MDMA-യിലൊക്കെ ഉള്ളത് അത് ചേർക്കുന്നു, അസറ്റോൺ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു, ഫോർമാൽഡിഹൈഡ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു, എലിവിഷം ചെറിയ തോതിൽ ചേർക്കുന്നുണ്ട്. പണ്ട് ഇവിടെയൊക്കെ അഡിക്റ്റായ ഒരു വലിയ എഴുത്തുകാരൻ്റെ മകൻ പിന്നീട് ഈ അഡിക്റ്റായി പിന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ലഹരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഈ കുറച്ച് എലിവേഷോ ഇതിൻ്റെ അകത്ത് ചേർക്കും. ക്രിമിനൽ ഗാങ്ങുകളുണ്ടെന്ന് ഇത് കള്ളക്കടത്ത് നടത്താനും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഗാങ്ങിൽ നിന്നാണ് ഈ യുവതിക്കും കിട്ടിയിട്ടുണ്ടാവുക. ലൈബീരിയ, ഗിനി ബിസാവു, ഗാംബിയ, സെനഗൾ, ഗാന, നൈജീരിയ, ഐവറി കോസ്റ്റ്, പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നതും ഒക്കെ. ശ്രീലങ്ക ഒരു ട്രാൻസിറ്റ് പോയിൻ്റാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് മെയ് 12 ആണ്. ഈ മെയ് 16 ഒരു ഇന്ത്യക്കാരനെ കൊളംബോയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഷുമായിട്ട്. ഇത്ര ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇവിടെ വാർത്തകളൊന്നുമില്ല. 33 വയസ്സുള്ള ഇന്ത്യക്കാരൻ. ഈ വിദേശ മാധ്യമങ്ങളിൽ അയാളുടെ പേരായിട്ട് കാണുന്നത് അരുക് ഗൗഡ എന്നാണ്. ഗൗഡ എന്നാകാം, ആവാം. അപ്പോൾ 4 കിലോ ആണ് അയാളുടെ കയ്യിൽ കുഷ് ഉണ്ടായിരുന്നത്. മെയ് 18 21 വയസ്സുള്ള ഒരു തായ് പുരുഷനെ 8 കിലോ കുഷുമായിട്ട് കൊളംബോ എയർപോർട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കൊളംബോ വഴി ഇത് വേറെ എങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണിത്. ഒക്ടോബറിൽ ലങ്കയിലെ കോടതി 10 ഇറാൻകാരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. 111 കിലോ ഹെറോയിൻ, അത് കുഷല്ല ഹെറോയിനാണ്. 2023 9 ഇറാൻകാരെയും
ശിക്ഷിച്ചിരുന്നു. ഞാൻ ആ ഹെറോയിൻ്റെ കാര്യം, ഇറാൻകാരുടെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊളംബോ ഇതിൻ്റെ ഒരു ഇടത്താവളം മയക്കുമരുന്ന് കടത്തിൻ്റെ ആയി നിൽക്കുന്നു, ട്രാൻസിറ്റ് പോയിൻ്റായിട്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഈ പുതിയ മയക്കുമരുന്ന് കുഷ്, മനുഷ്യൻ്റെ എല്ല് ഇടിച്ചു പൊടിച്ച് ചേർക്കുന്ന മയക്കുമരുന്ന് നമ്മുടെ അയലത്ത് എത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.